ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാണ്. ഇന്നിറങ്ങിയ എല്ലാ പത്രങ്ങളിലെയും ഒന്നാം പേജിലെ പ്രമുഖ വാർത്തകളിൽ ഒന്നായിരുന്നു കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിൻ്റെ നിര്യാണം. അദ്ദേഹം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ഡൽഹിയിലെ തിഹാർ ജയിലിലായിരുന്നു. തടവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 1984 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് ഡൽഹിയിൽ നടന്ന സിഖ് കൂട്ടക്കൊലകളുമായി ബന്ധപ്പെട്ട വിചാരണകളിലൊന്നിലാണ് സജ്ജൻ കുമാർ ശിക്ഷിക്കപ്പെട്ടത്. ആ സിഖ് വിരുദ്ധ കലാപത്തിൻ്റെ ഇരയായിരുന്ന സുഖ്ദേവ് സിംഗ് എന്നൊരാളെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണാനിടയായി. അദ്ദേഹത്തെക്കുറിച്ച് 2004 ഞാൻ എഴുതിയ ഒരു ലേഖനമാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. സജ്ജൻ കുമാറിൻ്റെ നിര്യാണം മനസ്സിൽ ഉണർത്തിയ ഓർമ്മയാണ് സുഖ്ദേവ് സിംഗിനെ കാണാനിടയായത്. ചരിത്രത്തിൻ്റെ ഇര എന്ന ആ ലേഖനം പോഡ്കാസ്റ്റ് രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. കേശഭാരവും തലപ്പാവും ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സിഖുകാരൻ്റെ സങ്കടം. അയാൾ ടാക്സി ഡ്രൈവർ മാത്രമാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ സുഖ്ദേവ് സിംഗ് ചരിത്രത്തിൻ്റെ ഒരു ഇരയാണെന്ന് മനസ്സിലായത് അയാളോടൊപ്പം കുറേ നേരം ചെലവഴിച്ചപ്പോഴാണ്. അപ്രസക്തരായ എണ്ണിയാലൊടുങ്ങാത്ത ഇരകളെ വിഴുങ്ങിയാണ് ചരിത്രം ഇത്ര വലുതായത്. കഥാവശേഷനാകാത്ത മാംസഭോജിയായ ഒരു ദിനോസറിനെ പോലെ ചരിത്രം കലണ്ടർ കള്ളികൾക്ക് മുകളിലൂടെ തൻ്റെ വലിയ കാലുകൾ നീട്ടി മുന്നോട്ടു പോകുമ്പോൾ ഈ ഭീമാകാരൻ്റെ ഇരകൾ അവരുടെ ചരിത്ര പ്രാധാന്യം അറിയാതെ ഒടുങ്ങുന്നു. ദില്ലിയിലെ ചെങ്കോട്ടയ്ക്കും രാജ്ഘട്ടിനും ഇടയിലുള്ള വഴിയിലൂടെ അയാൾ കാർ ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മധ്യമാർഗത്തിൻ്റെ രസികത്വം ഓർത്തിരുന്ന ഞാൻ അയാളോട് പറഞ്ഞു, നൂറ്റാണ്ടിനു മുൻപേ യമുനാ നദി ചെങ്കോട്ടയ്ക്ക് കുറച്ചുകൂടി അടുത്തുകൂടെയാണ് ഒഴുകിയിരുന്നതെന്ന്. മുഖം തിരിച്ച് എന്നെ നോക്കി അയാൾ അത്ഭുതം കൂറി. അയാളുടെ മുഖത്തിൻ്റെ വലതുവശം മുതൽ കഴുത്തിലൂടെ താഴേക്ക് സോറിയാസിസ് രോഗത്തിൻ്റെ നീലിച്ച തിണർപ്പ് ഒരു പുഴ ഒഴുകും പോലെ കാണപ്പെട്ടു. നദിയുടെ ഗതി മാറിയതെങ്ങനെ എന്നയാൾ ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. മഹാനഗരത്തിലെ ഏതൊരു റിക്ഷാ ഡ്രൈവറോടും ടാക്സി ഡ്രൈവറോടുമുള്ള മുഷിഞ്ഞ പതിവ് ചോദ്യം ഞാൻ ആവർത്തിച്ചു, താങ്കൾ ബീഹാറിൽ നിന്നാണോ? അല്ല സാബ്, അമൃത്സറിൽ നിന്നാണ്. ഗദ്ഗതത്തിൻ്റെ മുന കൊണ്ട് പലതായി പിളർന്നതുപോലെ ചിലമ്പിച്ച ശബ്ദമായിരുന്നു അയാളുടേത്. അപ്പോഴാണ് അയാളോട് ഞാൻ പേര് ചോദിച്ചതും സുഖ്ദേവ് സിംഗ് എന്ന് അറിഞ്ഞതും. ഉൾക്കനമില്ലാത്ത നേരിയ മുടി അയാൾ പറ്റെ വെട്ടിയിരുന്നു. സിഖ് തലപ്പാവോ താടിയോ ഇല്ലാത്ത അയാളോട് താങ്കൾ സർദാർജി അല്ലല്ലോ എന്ന് സൂചിപ്പിച്ചപ്പോൾ സാബ് മേൻ സർദാർജി ഹും എന്ന് മറുമൊഴിഞ്ഞു. ഇയാൾ അവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റോ? സർദാർ സുർജിത്തിനു പോലും തലപ്പാവുണ്ടല്ലോ. 1984 സുഖ്ദേവ് സിംഗ് ദില്ലിയിലെ ഗോൾ മാർക്കറ്റിൽ ഒരു ടാക്സി ഏജൻസിയിൽ ജോലി നോക്കുകയായിരുന്നു. അമൃത്സർ ജില്ലയിൽ ഇന്ത്യ അതിർത്തിക്കരികിൽ കിടക്കുന്ന ഒരു ഗ്രാമത്തിലെ കർഷക കുടുംബാംഗമാണ് അയാൾ. മാതാപിതാക്കളെയും ഭാര്യയെയും 2 വയസ്സുകാരിയായ മകളെയും നാട്ടിൽ നിർത്തി 2 കൊല്ലം മുൻപ് 1982 തൊഴിലന്വേഷിച്ച് ദില്ലിയിലെത്തിയപ്പോൾ നല്ലവനായ പർവേശ് ഭാട്ടിയ ടാക്സി ഏജൻസിയിൽ ഒരു പണി കൊടുത്തതാണ്. 1984 ഒക്ടോബർ 29-ാം തീയതി ദില്ലിയിൽ നിന്നും 2 കച്ചവടക്കാരെ ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അയാൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തൻ്റെ വിധി കീഴ്മേൽ മറയുവാൻ പോവുകയാണെന്ന്. താനൊരു ഇര മാത്രമാണെന്നും രാഷ്ട്രത്തിനുമേൽ നിഴൽ വീഴ്ത്തി അണയുന്ന രൂപത്തിന് ഒരു ടാക്സി ഡ്രൈവറുടെ എളിയ ജന്മത്തിനുമേലും നോട്ടമുണ്ടായിരുന്നുവെന്നും അയാൾ അറിഞ്ഞിരുന്നില്ലല്ലോ. ഒക്ടോബർ 31-ാം തീയതി ഉച്ചതിരിഞ്ഞപ്പോൾ കാർ ബറേലിയിലെത്തി. യാത്രികരായ കച്ചവടക്കാർ 3-4 മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയി. സുഖ്ദേവ് സിംഗ് അടുത്തുള്ള ഡാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒതുങ്ങിയുള്ള കോണിലുള്ള മരച്ചുവട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് വിശ്രമിക്കാൻ ഉറച്ചു. തലപ്പാവ് ഊരിവെച്ചു. ഉച്ചിയിൽ കെട്ടിവെച്ചിരുന്ന കേശഭാരം അഴിച്ചിട്ട് പിൻസീറ്റിൽ അയാൾ മയങ്ങാൻ കിടന്നു. അന്നു രാവിലെ അംഗരക്ഷകരുടെ വെടിയേറ്റ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടത് മയങ്ങാൻ കിടന്ന സുഖ്ദേവ് സിംഗിന് അറിയില്ലായിരുന്നു. പരിക്കേറ്റ യോദ്ധാവിൻ്റെ വർദ്ധിത ധൈര്യത്തോടെ ഒരു സമൂഹം പ്രധാനമന്ത്രിയുടെ ജീവൻ്റെ മേൽ ഉന്നമിട്ടതും
അയാൾ അറിയുന്നില്ലായിരുന്നു. പിൻസീറ്റിൽ നടക്കുന്നത് എന്തെന്നറിയാതിരിക്കുവാൻ ശീലിച്ച ടാക്സി ഡ്രൈവറുടെ സ്വഭാവം ജീവിതത്തിൻ്റെ ബഹുമുഖങ്ങളിൽ പ്രതിഫലിക്കുന്നതാവാം. എന്നാൽ ഒക്ടോബറിലെ ദുർബലമായ പൊടിക്കാറ്റ് പോലെ ഇന്ദിരാഗാന്ധിയുടെ മരണവൃത്താന്തം വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പടർന്നു. കാറ്റ് ഓരോ ചെവിയിലും അടക്കം പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ അംഗരക്ഷകരായ സിഖുകാർ വെടിവെച്ചു കൊന്നു. വെടികൊണ്ട ഇന്ദിരാജിയുടെ ശരീരം അരിപ്പ പോലെയായി. പകലുറക്കമുണർന്ന സുഖ്ദേവ് സിംഗ് കണ്ടത് രഹസ്യം സൂക്ഷിക്കുന്ന ബറേലിയാണ്. കമ്പോളമെല്ലാം അടഞ്ഞുകിടന്നു. ഇടയ്ക്കിടെ പോലീസ് ജീപ്പുകൾ മാത്രം തെരുവിൽ. പെട്ടെന്ന് മുടി ഒതുക്കി പഗടി തലപ്പാവ് അണിഞ്ഞയാൾ പുറത്തിറങ്ങി. തെരുവ് വിജനമായിരുന്നു. പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് അടുത്തു വന്നു നിന്നു. വടക്കേ ഇന്ത്യയിലെ സർവ്വസാധാരണമായ തെറി സർദാർജിയോട് ചേർത്തു വിളിച്ച് പോലീസുകാർ സുഖ്ദേവ് സിംഗിനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. അന്നു മുതൽ 3 മാസങ്ങൾ അയാൾ ജയിലിലായിരുന്നു. കാരണമറിയാതെ അയാൾ തടവുശാലയിലേക്ക് പോയി. ആദ്യം തന്നെ പോലീസ് ചെയ്തത് അയാളുടെ തലപ്പാവ് വലിച്ചെറിയുകയും പ്രാകൃതമായ രീതിയിൽ മുടിയും താടിയും വെട്ടിക്കളയുകയുമായിരുന്നു. മണ്ണിടിഞ്ഞ് വെള്ളപ്പാച്ചിലിലേക്ക് വഴുതിയ കുട്ടിയെപ്പോലെ അശരണമായി അയാളുടെ മനസ്സ്. അത് 40 ആണ്ടുകൾക്ക് മുന്നിലെ മങ്ങിയ ഓർമ്മയിലേക്ക് പോയി. ഗുരു ഗ്രന്ഥ് സാഹിബിൻ്റെ പുണ്യനിർഭരമായ ആലാപനം മുഖരിതമായ അന്തരീക്ഷത്തിൽ നടന്ന തൻ്റെ ജ്ഞാനസ്നാനം അയാൾ ഓർത്തു. ഈ മുടിയും പഗടിയും നിൻ്റെ അഭിമാനമാണ്. സിഖ് ഖൽസയിൽ മകനെ നീതാ പ്രവേശിക്കുന്നു എന്ന് ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ ചിത്രത്തെ സാക്ഷി നിർത്തി അച്ഛൻ മകനോട് പറഞ്ഞത് ചെവിയിൽ മുഴങ്ങി. ഇപ്പോൾ ഈ അപരിചിതരായ പോലീസുകാർ കാരണം പറയാതെ എന്തിന് എന്നെ ആദി ഗ്രന്ഥത്തിൻ്റെ വചന സുരക്ഷയിൽ നിന്ന് ഇങ്ങനെ നിഷ്കാസിതനാക്കി? അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എനിക്ക് കിട്ടിയ ദേവദത്തമായ മുടി എന്തിന് ഇവർ അരിഞ്ഞു കളഞ്ഞു? സുഖ്ദേവ് സിംഗ് ഓർത്തു. സുഖ്ദേവ് സിംഗ് അറിയുന്നില്ല താൻ ചരിത്രത്തിൻ്റെ ഇരയായി മാറിയ കാര്യം. വേദനയുടെ വിഷം കുടിച്ച് അന്ന് രാത്രി അയാൾ നീലകണ്ഠനായി. പെട്ടെന്നാണ് സുഖ്ദേവ് സിംഗിനെ സോറിയാസിസ് ആക്രമിച്ചത്. അന്നു മുതൽ പതുക്കെ ശരീരം നീലിച്ചു. പടം പൊഴിക്കും പോലെ തൊലി ചെതുമ്പലായി അടർന്നു വീണു തുടങ്ങി. വളരെ വൈകിയാണ് പ്രധാനമന്ത്രി കൊല്ലപ്പെട്ട കാര്യം പോലീസുകാർ അയാളോട് പറഞ്ഞത്. എന്നും കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്ത സുഖ്ദേവ് സിംഗ് പോലീസ് സ്റ്റേഷനിലെ തടവിൽ കടുത്ത ഏകാന്തതയിലേക്ക് വീണുപോയി. അയാൾ ആ രാത്രി മുഴുവൻ കരഞ്ഞത് അമൃത്സറിലെ ഗ്രാമത്തിൽ നടന്നതൊന്നും അറിയാതെ കളിച്ചു നടക്കുന്ന തൻ്റെ മകളെ ഓർത്താണ്. പിറ്റേന്നു മുതൽ ദില്ലിയിൽ നടന്ന ഭീകരമായ കൂട്ടക്കൊലയെക്കുറിച്ച് അമൃത്സറിലെ പത്രങ്ങളിൽ വാർത്ത വന്നു തുടങ്ങി. 100 കണക്കിന് ടാക്സി ഡ്രൈവർമാരെ വണ്ടിയോടൊപ്പം തീയിട്ടു കൊന്നുവെന്ന വാർത്ത കേട്ട് സുഖ്ദേവ് സിംഗിൻ്റെ ഭാര്യ വിറയാർന്ന കൈകളിൽ ഗുരു ഗ്രന്ഥ് സാഹിബ് വായിച്ചുകൊണ്ടിരുന്നു. വൃദ്ധനായ അച്ഛൻ ഡൽഹിയിലേക്ക് ഫോൺ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അമ്മ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ ദൈവവിചാരത്തോടെ കിടന്നു. മകൾ ഒന്നുമറിയാതെ കളിച്ചു നടന്നു. സുഖ്ദേവ് സിംഗ് ആകട്ടെ ഇതൊന്നും അറിയാതെ തൻ്റെ വിധി വൈപരീത്യത്തെ ഓർത്ത് വിലപിച്ച് ജയിലിൽ കിടന്നു. ഒരു കള്ളക്കേസ് ഉണ്ടാക്കുക വഴി സുഖ്ദേവ് സിംഗിൻ്റെ ജയിൽവാസത്തിന് സർക്കാരിൻ്റെ സാധുത ലഭിച്ചു. 1 മാസത്തിൻ്റെ നീണ്ട സംഘർഷത്തിന് ശേഷം മാത്രമാണ് ബന്ധുക്കൾക്ക് സുഖ്ദേവ് സിംഗ് ഉത്തർപ്രദേശിലെ ഒരു ജയിലിലുണ്ടെന്ന അറിവ് പോലും കിട്ടുന്നത്. അവർ നിയമസഹായം തേടി. അപരിചിതമായ നാട്ടിലെ കോടതിയിൽ അറിയാത്ത വക്കീലിനോട് അറിയാത്ത ഭാഷയിൽ സംസാരിച്ച് അവർ സുഖ്ദേവ് സിംഗിനെ രക്ഷിക്കുവാൻ ശ്രമിച്ചു. തലനാരിഴയിലൂടെയുള്ള ദുർഗമ യാത്രയായിരുന്നു അവർക്ക് ഈ കോടതി വ്യവഹാരം. ഉത്തർപ്രദേശിലെ ഒരു കോടതി വരാന്തയിൽ അപരിചിതരായ കുറേ പേരുടെ നിസ്സഹായത നിയമത്തിൻ്റെ കുരുക്കിൽ കിടന്നു വീർപ്പുമുട്ടി. ഇത് ഇരയുടെ വിധിയുടെ മറ്റൊരെടുപ്പാണ്. ഒത്തിരി പണം ചെലവായി. ആരും സഹായത്തിനില്ലായിരുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സുഖ്ദേവ് സിംഗിനെ കാത്തിരുന്നത് ദുരന്ത വാർത്തകളുടെ ഹിമപാതങ്ങളായിരുന്നു. താൻ തടവിൽ കിടന്ന സമയത്ത് ശരിയായ വൈദ്യസഹായം കിട്ടാതെ ഏതോ തലവേദനയെ തുടർന്ന് അയാളുടെ മകൾ മരിച്ചു എന്ന വാർത്ത അയാൾ അറിയുന്നു. തൻ്റെ കൂടെ 2 കൊല്ലമായി ജോലി നോക്കിയിരുന്ന അമർജിത് സിംഗ് എന്ന സുഹൃത്തിനെ ദില്ലിയിലെ ഖാൻ മാർക്കറ്റിനടുത്ത് വെച്ച് അക്രമികൾ തീയിട്ടു കൊന്നുവെന്ന് അയാൾ അറിയുന്നു. അവധി ദിവസങ്ങളിൽ പോയിരിക്കാറുള്ള തിലക് നഗറിലെ ചെങ്ങാതിയുടെ വീടും കടയും തീയിട്ടുവെന്നും ചെങ്ങാതിയെയും മകനെയും കൊന്നുവെന്നും അയാൾ അറിയുന്നു. ദില്ലിയിൽ മാത്രമായി 2000-ഓളം സിഖുകാർ കൊല്ലപ്പെട്ടു എന്നും അയാൾ അറിയുന്നു. ദേവദത്തമായ കേശഭാരം ഇനി വേണ്ട എന്ന് സുഖ്ദേവ് സിംഗ് തീരുമാനിച്ചു. ആചാരാംഗമായ തടി കൊണ്ടുള്ള കങ്ക എന്ന ചീപ്പ് ഇനി വേണ്ട എന്നയാൾ തീരുമാനിച്ചു.
ലോകവുമായുള്ള സത്സംഗത്തെ കുറിക്കുന്ന കറ എന്ന അങ്കവള ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു. സദാചാരനിഷ്ഠയുടെ വസ്ത്രമായ കച്ച ഇനി ധരിക്കുന്നില്ല എന്ന് സുഖദേവ് സിംഗ് തീരുമാനിച്ചു. കൃപയുടെ അഭിമാനമായ കൃപാൺ എന്ന വാൾ ഇനി വേണ്ട എന്നയാൾ തീരുമാനിച്ചു. ഗുരു ഗോവിന്ദ് സിംഗ് സമാധിയാകുമ്പോൾ അദ്ദേഹം 18 ഇഞ്ച് ഉയരമുള്ള ദുമാല ശിരോവസ്ത്രം ധരിച്ചിരുന്നത്രേ. ഗുരുനാനാക്ക് തുടങ്ങിവെച്ചതാണ് കേശഭാരവും തലപ്പാവും. പിന്നീട് വന്ന 9 ഗുരുക്കന്മാരും അത് തുടർന്നു. ആദിഗ്രന്ഥത്തിൻ്റെ 1084 പദത്തിൽ ഇതിൻ്റെ മതപരമായ നിഷ്കർഷയുണ്ട്. വിശ്വാസിയായി ഇന്നും തുടരുന്ന സുഖദേവ് സിംഗ് ഗുരുദ്വാരകളിൽ മുടങ്ങാതെ പോകാറുണ്ട്. എന്നാൽ 1984 നഷ്ടപ്പെട്ട ആചാരാംഗങ്ങൾ തിരിച്ചെടുക്കുവാൻ അയാൾ വിസമ്മതിക്കുന്നു. പഞ്ചാബിൽ സാഹോദര്യത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും പ്രഘോഷണമായി ചിലപ്പോൾ വ്യക്തികൾ ശിരോവസ്ത്രം കൈമാറാറുണ്ട്. പഗ്വതൗനി എന്നാണ് ഈ ചടങ്ങിൻ്റെ പേര്. ഒരിക്കൽ ശിരോവസ്ത്രം ഇങ്ങനെ കൈമാറിയാൽ ജീവിതാന്ത്യം വരെയുള്ള സ്ഥൈര്യം ആ ബന്ധത്തിന് ഉറപ്പുവരുത്തുന്നു. സുഖദേവ് സിംഗ് തൻ്റെ തലപ്പാവ് ചരിത്രത്തിനാണ് കൈമാറിയത്. അയാൾ തിരിച്ചൊന്നും കൈക്കൊണ്ടതുമില്ല. ഇരയുടെ അലംഘനീയമായ ഒരു കരാറാണിത്. ഇര തൻ്റെ തലപ്പാവ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കേണ്ടി വരുന്നു. ഈ പഗ്വതൗണി ഏകപക്ഷീയവും നിശബ്ദവും ജീവിതാവസാനം വരെ നിലയ്ക്കാത്തതുമായ ഒരു ചടങ്ങാണ് അയാൾക്ക്. 2004 ജനുവരിയിലാണ് ഞാൻ സുഖദേവ് സിംഗിനെ ഡൽഹിയിൽ വെച്ച് പരിചയപ്പെടുന്നത്. 2026 ഓഗസ്റ്റ് 21 തീയതിയിലെ പോഡ്കാസ്റ്റിൽ ഞാൻ ആ ലേഖനം വീണ്ടും അവതരിപ്പിക്കുകയാണ്. ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.